ശക്തമായ ഇടിമിന്നലിൽ 11 വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. മുണ്ടക്കയം പഞ്ചായത്തിലെ വരിക്കാനി മൈക്കോളജിയിൽ ശനിയാഴ്ച 3 മണിയോടെയായിരുന്നു സംഭവം. മൈക്കോളജി ആൻഡോയുടെ കൃഷിയിടത്തിൽ മട്ടം ചത്ത് ജോലികൾ ചെയ്തു വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇടിമിന്നൽ ഏറ്റത്. കനത്ത മഴയോടുകൂടിയ ശക്തമായ ഇടിമിന്നൽ ഉണ്ടായി. ഇതോടെ തൊഴിലാളികൾ ജോലികൾ നിർത്തിവെച്ചു. സമീപത്തെ ഷെഡിനും വീട്ടിലുമായി കയറി നിന്നു. ഇതിനിടെ ഇടിമിന്നൽ ശക്തമാവുകയും ഇവരുടെ മുന്നിലേക്ക് തീഗോളം ഉണ്ടായി പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. സമീപത്തുണ്ടായിരുന്ന 11 പേരുടെയും ശരീരത്തിൽ തീപ്പൊരി തെറിച്ചാണ് പൊള്ളലേറ്റത്. ചിലർക്ക് ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. മിന്നൽ കഴിഞ്ഞപ്പോഴത്തേനും ഒരു തീ പോലെ വലിയൊരു ഗോളം വന്നിട്ട് ഇവരുടെ ഫ്രണ്ടിൽ വന്ന് ചെതറി അന്നേരം ഇവരെല്ലാവരും പെട്ടെന്ന് പോയി ഞങ്ങളുടെ അടുത്തോട്ട് വരിക. ഞങ്ങൾ പിന്നീട് ഇരിക്കുമായിരുന്നു. തൊഴിലുറപ്പുമേറ്റ് മേരിക്കുട്ടി വർഗീസിന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ഇവരെ മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകി. സാരമായി പരിക്കേറ്റ പുതുപ്പറമ്പിൽ ഷീന നജുമോൻ, മാമ്പറമ്പിൽ അനിതമ്മ വിജയൻ എന്നിവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുബി മനു, ജോസി മാത്യു, സിയാന ഷൈജു, ശോഭ റോയ്, ഇടമ്പാടത്ത് അന്നമ്മ ആന്റണി എന്നിവരെ മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. 38 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. എൻലൈറ്റ് ന്യൂസ്, മുണ്ടക്കയം.